ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മീൻ കറിയാണ് കേട്ടോ. നല്ല മാങ്ങ ഇട്ടിട്ടുള്ള ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണേ. അപ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യമുള്ളത് വെളുത്തുള്ളി, സവാള, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഇതൊക്കെയാണ്. ഇത് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ച മണം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഇവ നന്നായി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം മതി കേട്ടോ. വല്ലാണ്ട് മുരിയിക്കേണ്ട ആവശ്യമില്ല. മീൻ കറിക്ക് അറിയാലോ, നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കേ വേണ്ടൂ. ബാക്കി വഴറ്റി വന്നതിന് ശേഷം നമ്മളതൊരു മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം മാറ്റുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള മിക്സ് നമ്മൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഈ മിക്സ് ചേർത്തത് ഒഴിക്കുക. നന്നായി വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് മാറ്റി കൊടുക്കുക കേട്ടോ. ഞാൻ അതിലോട്ട് മാങ്ങയാണ് ചേർത്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. അത്യാവശ്യം ചെനച്ചിട്ടുള്ള, അതായത് കുറച്ച് മൂത്തിട്ടുള്ള മാങ്ങയാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മളതിൽ ചേർത്തുള്ള വേപ്പിലയാണ്, ആവശ്യത്തിന് ഉപ്പും. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു തിള വരുന്നവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായി തിള വന്നതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2 പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കട്ടി കുറഞ്ഞിട്ടുള്ള പാല്. അതൊഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതും ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുടംപുളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മാങ്ങയുടെ ടേസ്റ്റ്, മാങ്ങയ്ക്ക് ഒരുപാട് പുളി ഇല്ലാത്തതുകൊണ്ട്, മീൻകറിക്ക് നല്ല പുളി വേണ്ടതുകൊണ്ടും ഞാൻ 2 കഷ്ണം കുടംപുളി കൂടി ചേർത്ത് നന്നായി അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോകാറ് ആ പരിവായിട്ടില്ല, അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് ഒന്നും കൂടി അതൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അത് ഉടഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കയ്യിൽ വെച്ച് ഇളക്കുന്നത്. നന്നായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ വെച്ച് ഇളക്കരുത്. നമ്മൾ വെറുതെ തുണി വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം തന്നെ ഉടഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 പാൽ, അതായത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്, ഒന്ന് ജസ്റ്റ് ഇതുപോലെ ചുറ്റിയിട്ട് ഇളക്കി വയ്ക്കാം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തിള വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഓൾറെഡി അത് നല്ല ചൂടുണ്ടായിരിക്കും. തീ ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്കിനി താളിപ്പാണ് ചെയ്യുന്നത്. അതിലേക്ക് താളിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലാദ്യം ഉലുവയാണ് ഞാൻ പൊട്ടിക്കുന്നത് കേട്ടോ. മീൻ കറിയിൽ ഉലുവ പൊട്ടിച്ചിട്ട് ഇടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഉലുവ താളിച്ചിടുക, അല്ലെങ്കിൽ അത് പൊടി ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ട് നന്നായി ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കുക. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇത്ര സിമ്പിളായിട്ടുള്ള മീൻ കറിയാണിത്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.